എത്രയ്ക്ക് കൊടുക്കാം? ഇത് ചോദിക്കുന്നത് 2.85 ആണ്. 2.85. അത് കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? എന്തെങ്കിലും കുറയൂലേ? ഇനി ചെറിയ മാറ്റങ്ങൾ എന്തായാലും പേപ്പറൊക്കെ പക്കയാണോ? 25 വരെ ഉണ്ടാവും അല്ലേ? ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല. എത്ര ഓടിയുണ്ട്? ഇത് 24,000 കിലോമീറ്റർ. 24 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. 21 ഇപ്പൊ സർവീസ് കഴിഞ്ഞതാണ്. അവരുടെ സർവീസ് ഒക്കെ പക്ക കമ്പനിയിൽ സർവീസ്. ഇപ്പൊ ഞാൻ കാണിച്ച ഒരുവിധം വണ്ടികളെല്ലാം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഇറക്കിക്കൊണ്ട് പോവാം. ഈ ആൾട്ടോ ആകുമ്പോൾ ചെറിയ പൈസ മതി, 50-60 ആ റേഞ്ചിൽ ഇറക്കാം. 5,85,000 രൂപ. അതും 16 ആസ്റ്റാന്ന് ആലോചിക്കണം. സീറ്റോറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതായത് ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന. അതെ. 17 ഡീസലാണ്. അടിപൊളി. ഇത് മാഗ്നയാ? ഇത് മാഗ്ന അല്ല, സ്പോർട്സ് ആണല്ലോ. അലോയ് വീല് വരൂല സ്പോർട്സിൽ. പ്രൈസ് 5.80. 18 വണ്ടിക്ക്. ഓക്കെ. അപ്പൊ 18 സ്വിഫ്റ്റ് VXi നിങ്ങൾക്ക് 5,80,000 രൂപയ്ക്ക് കിട്ടും. മിനിസ്റ്റർ യൂസ് ചെയ്ത വണ്ടിയാണ്. മിനിസ്റ്റർ. കാരണം ആ ഒരു ബോർഡിന്റെ സാധനം അവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങളൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല വണ്ടികൾ എപ്പോഴും പർച്ചേസ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നല്ല വണ്ടികൾ നോക്കി പർച്ചേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസ്ഡ് കാർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം ലോ കിലോമീറ്ററോടെ കുറേ വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, മാനുവൽ ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചറിലാണ് കേട്ടോ. ഓട്ടോ വെഞ്ചർ ശരിക്കും നമ്മൾ കൊടുവള്ളിത്തെയും അതുപോലെ തന്നെ പാവങ്ങാടത്തെയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവങ്ങാടാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് എന്നാണ് എക്സാക്ട് ഇവിടെ ലൊക്കേഷൻ വരുന്നത്. കണ്ണൂർ റോഡിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അർജുൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. അർജുനെ, വീഡിയോയിലേക്ക് സ്വാഗതം. മാക്സിമം വില കുറച്ച് കാണിക്കണം, അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അതുപോലെ തന്നെ വരുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല വണ്ടിയും കൊടുക്കണം. എല്ലാ വണ്ടികളും നല്ല വണ്ടികളാണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. നിങ്ങളുടെ അടുത്തുള്ള നല്ല വണ്ടികൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഒരാൾ വരുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചോദിക്കുക, നല്ല വണ്ടികൾ ഏതാണുള്ളത്. അതെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. എല്ലാം ഇവര് നോക്കിയിട്ട് എടുത്ത് വെക്കാറുള്ളൂ. ബാക്കി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക. യൂസ് കാർ ഏത് പർച്ചേസ് ചെയ്യുമ്പോഴും നല്ലോണം ചെക്ക് ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ. ഇവരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഒരുവിധം ഷോറൂമുകളൊക്കെ തൊട്ടടുത്തുണ്ട് അല്ലേ? ഞങ്ങൾ അങ്ങനെ തന്നെയാ പറയാറ്. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം. പിന്നെ വേറൊരു വർത്താനത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നല്ല വണ്ടികളെ കുറിച്ച് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടോ. അതിന്റെ ഗുണം എന്ന് പറയുന്നത് നല്ല വണ്ടി നോക്കുന്ന എല്ലാവരിലേക്കും അതൊന്ന് എത്തും. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. മറ്റൊരാൾക്ക് ഒരു ഉപകാരം കിട്ടിക്കോട്ടെ, നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നല്ലൊരു വണ്ടിയിൽ തന്നെ തുടങ്ങാം കേട്ടോ. അർജുൻ ബ്രോ, നമുക്ക് എന്തായാലും ഈ ഒരു ബലേനോ തുടങ്ങാം അല്ലേ? അതെ. ബലേനോ ഏതാ മോഡല്? ഇത് 2018 മോഡല് ആൽഫ. 18 ആൽഫ ഓട്ടോമാറ്റിക് ആണല്ലേ? അടിപൊളി. അതായത് എനിക്ക് തോന്നുന്നു 18 CVT വന്ന വണ്ടിയല്ലേ? CVT ആണിത്. ഓക്കെ. അതായത് ഇത് എത്ര ഓടിയുണ്ട്? ഇത് 40,000 കിലോമീറ്റർ. 40,000 ജെനുവിനായിരിക്കും അല്ലേ? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ മൈലേജ് ലേശം കുറവായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം സീറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആൽഫ അല്ല വരുന്നത്? ആൽഫ. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? അതെ. ഇത് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് 740. 2018 വണ്ടി. അതും CVT ഓട്ടോമാറ്റിക് അല്ലേ? ഇറങ്ങിയപ്പോ 10 മേലെ വില ഉണ്ടായിരുന്ന വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. അതുപോലെ തന്നെ 4 നല്ല പുത്തൻ ടയറും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എടുക്കുന്ന ഒരാൾ വേറെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2018 മോഡല് 2018 പെട്രോൾ അല്ലേ? പെട്രോൾ മോഡലോ? അല്ല, 2018 മോഡൽ VXi ആണല്ലേ? ഓക്കെ. ഓരോരുത്തർ ബൈക്ക് കൊണ്ട് പോണത് എന്താ സൗണ്ട് അല്ലേ? എന്തായാലും 18 VXi പെട്രോൾ ആണ്. അതും എന്താ പറയാ, മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇതിന്റെയും ഇപ്രാവശ്യം ടയർ എല്ലാം പുതിയതാണല്ലോ. പുതിയ ടയറാണ്. പിന്നെ ഇൻഷുറൻസ് ഇപ്പൊ എടുത്തിട്ട് 1 മാസം ആവുന്നുള്ളൂ. ഫുൾ ഇൻഷുറൻസ് ഉണ്ട്. ഓടിയത് എത്രയാ? ഓടിയത് 55,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. 55,000 സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അത് വൃത്തിയാ വണ്ടിയിൽ കാണാനുണ്ട്. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കറക്റ്റ് പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അതായത് ഇതുപോലത്തെ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പുതിയതുപോലെ ഉപയോഗിക്കാം അല്ലേ? ഇതിലിപ്പോ എടുത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. സർവീസ് ഇപ്പൊ കുറച്ച് മുന്നേ കഴിഞ്ഞാണ്. പിന്നെ ഇൻഷുറൻസ് എടുത്തിട്ട് 1 മാസമായിട്ടുള്ളൂ. പ്രൈസ് 5.80. 18 വണ്ടിക്ക്. ഓക്കെ. അപ്പൊ 18 സ്വിഫ്റ്റ് VXi നിങ്ങൾക്ക് 5,80,000 രൂപയ്ക്ക് കിട്ടും. വേറെ മേജർ സംഭവങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അല്ലെ? ഇനി ജീപ്പ് ആണെങ്കിലോ? ഇത് 2022 മോഡൽ വണ്ടിയാണ്. 22 ആണ്. ഓ, പുതിയ വണ്ടിയല്ലേ? അതായത് ഏറ്റവും ന്യൂ ഷേപ്പ് വന്ന ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. 27,000 കിലോമീറ്റർ. ഇപ്പൊ ഇൻഷുറൻസ് പുതിയ ബമ്പർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ മാനുവൽ വണ്ടിയാണ് കേട്ടോ. പിന്നെ ജീപ്പ് കോമ്പസിന്റെ കേസ് നമുക്ക് പറയേണ്ട കാര്യമില്ല, അത്രയും ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിക്കോട്ടോ. അതായത് ഇന്റീരിയർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെതറിന്റെ അല്ല, ഒരു തുണീന്റെ സാധനം സെപ്പറേറ്റ് വരുന്നുണ്ട് അല്ലേ? 2027 വരെ കമ്പനി വാറന്റി ഉണ്ട് നിലവിൽ. 27 വരെ വാറന്റി ഉണ്ട്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് എടുക്കാം അല്ലേ?
ഒന്നും പേടിക്കണ്ട. കോഴിക്കോട് വണ്ടി തന്നെയാണ്, ഫാൻസി നമ്പറാണ്. അതെ, ഇതും ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ട ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 19.5 ലക്ഷം. 19.5 ലക്ഷം. പുതിയതിന് എനിക്ക് തോന്നുന്നു 20 സംതിങ് വരുന്നുണ്ട്. 26 ലക്ഷം രൂപ വില വരുന്നുണ്ട് അല്ലേ? ഇത് ഏറ്റവും ഫുൾ അല്ലല്ലോ? അല്ല, ലോങ്ങിറ്റ്യൂഡ് ഓപ്ഷൻ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ട്. ബട്ടൺ ഷാട്ട് വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മുമ്പത്തെ ഓണർ എന്തോ ഒരു ഗവൺമെന്റിലുള്ള എന്തോ മിനിസ്റ്റർ യൂസ് ചെയ്ത വണ്ടിയാണ്. മിനിസ്റ്റർ കാരണം ആ ഒരു ബോർഡിന്റെ സാധനം അവിടെ ഇരിപ്പുണ്ട്. അതെ അതെ, എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയുടെ. ഇത് നമുക്ക് 18 ലക്ഷം രൂപ അല്ലെ? 19 ലക്ഷം. മാക്സിമം ലോണും കയറില്ലേ? ഫുൾ ലോൺ തന്നെ കയറാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ തന്നെ. ഇപ്പൊ നമ്മൾ കാണിച്ച 3 വണ്ടിയും ഏകദേശം മാക്സിമം ലോൺ കിട്ടൂലേ? നമുക്ക് എന്തായാലും ഒരു 1 ലാഖ് ഉണ്ടെങ്കിൽ വണ്ടികൾ ഇറക്കാം. ഇവിടെയുള്ള എല്ലാ വണ്ടി ഇറക്കാം. ഓരോന്നിനും നമ്മളിനി സെപ്പറേറ്റ് ലോൺ പറയുന്നില്ല. ഓൾമോസ്റ്റ് 1 ലാഖ് മതി. ഇനി ഈ റെഡ് ആണെങ്കിലോ? ഇത് 2018 മോഡൽ VXi. 18 തന്നെയാണ്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. ഓടിയോ? ഇത് 48,000 കിലോമീറ്റർ. 48,000. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല അല്ലെ? വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. റെഡ് കളർ അന്വേഷിച്ച് നടക്കുന്ന ആരിലുണ്ടെങ്കിൽ നേരെ പോര്. ഇത് ഇന്റീരിയർ ഒന്നും മോശമില്ല. ഒന്ന് ക്ലീൻ ആക്കാണ്ടല്ലേ? വണ്ടി വന്നിട്ടുള്ളൂ അല്ലെ? വന്ന കണ്ടീഷനാണ്. ഫസ്റ്റ് ഒന്നും ചെയ്തില്ല, വാഷ് പോലും ചെയ്തില്ല. അതെ അതെ, വന്ന കണ്ടീഷൻ ഇങ്ങനെ ആകുമ്പോ തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇതിന്റെയും ടയർ ഭാഗങ്ങൾ പുതിയതാണല്ലോ. ഇപ്രാവശ്യം നമ്മൾ കാണിക്കുന്ന എല്ലാം പുതിയ ടയറാണല്ലോ. പുതിയ ടയർ. ഇതെന്താ റേറ്റ് വരുന്നത്? 585. ഓൾമോസ്റ്റ് സെയിം റേറ്റ് അല്ലേ? 18 വണ്ടിയൊക്കെ നിങ്ങൾക്ക് 5,85,000 രൂപയ്ക്ക് കിട്ടും. ഇതില് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു പഴയ മോഡൽ പെട്രോൾ സ്വിഫ്റ്റ് കാണിച്ചു തരാം. ഇതാണെങ്കിലോ? ഇത് 15 മോഡൽ 16 രജിസ്ട്രേഷൻ. 15-16 ലാസ്റ്റ് വണ്ടികളിൽ ഒന്നാണ് അല്ലേ? സിംഗിൾ ഓണർ, 43,000 കിലോമീറ്റർ. 43,000 ഓടി സർവീസ് ഉള്ള വണ്ടിയാണ്. അടിപൊളി. അതായത് വളരെ ലോ കിലോമീറ്ററിൽ ഒരു പെട്രോൾ സ്വിഫ്റ്റ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. VXi ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിന്റെയും ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അല്ലേ? പുതിയ ടയറും ഇൻഷുറൻസും പുതിയതാണ്. അതെ അതെ, എനിക്കൊന്ന് സെക്കൻഡ് ടയർ ഇട്ടതേ ഉള്ളൂ അല്ലേ? ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസ് ആണ്. VXi ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് AC പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. കമ്പനി ഫിറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നും മാറിയിട്ടില്ല. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം. അത് ഹിസ്റ്ററി ഉണ്ടോ? മാത്രമേ മാറുള്ളൂ, വേറെ ഒന്നും മാറിയില്ല. ഡെന്റ് ആയതാ അല്ലേ? ഇതൊക്കെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഉള്ള സമയത്ത് മാറിയതായിരിക്കും. ഇപ്പൊ ബമ്പർ ടു ബമ്പർ ആണോ? ഇപ്പൊ ഫുൾ കവർ അല്ലേ? കാരണം മോഡൽ മാറിയല്ലോ അല്ലേ? അതെ അതെ അതെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 490 ആണ് ഇട്ട പ്രൈസ്. 490. 4,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ നല്ല അടിപൊളി ഒരു പെട്രോൾ സ്വിഫ്റ്റ് കൊണ്ടുപോകാം. ഏകദേശം ഇതും വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ? ആ വണ്ടിയുടെ ക്വാളിറ്റിക്കുള്ള ഒരു റേറ്റ് ആണ്. കുറച്ച് കൊടുക്കൂലേ? കുറച്ച് നമ്മളിപ്പോ ഈ പറഞ്ഞ റേറ്റുകളെല്ലാം മാക്സിമം നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഏറ്റവും കുറഞ്ഞ എല്ലാ റേറ്റും ആസ്കിംഗ് പ്രൈസ് ആണ് ചോദിച്ചത്. എല്ലാത്തിലും നമുക്ക് മാന്യമായ രീതിയിലുള്ള ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അല്ലെ? പിന്നെ മാക്സിമം ലോൺ കിട്ടും നിങ്ങൾക്ക് ഈ കണ്ട എല്ലാ വണ്ടികൾക്കും. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് പോര്. അർജുൻ ബ്രോ മാക്സിമം കുറച്ച് വരും. അർജുൻ ബ്രോ ഇവിടെ നല്ലൊരു ഇന്നോവ കിടക്കുന്നുണ്ടല്ലോ. പഴയ ഷേപ്പാണല്ലോ. പഴയ ഷേപ്പാ. 2005 മോഡലാണ്. 2005 ആണ്. ഓ, KL11. അതായത് കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള. അടിപൊളി. 2005 മോഡൽ ഇന്നോവയാണ്. പക്ഷെ ആ വണ്ടി നല്ല ക്ലീൻ ആണ് കേട്ടോ. അതായത് ബോഡി വൈസ്, ടയറ്, പിന്നെ 5-ലൊക്കെ ആ ഒരു കമ്പനി വന്ന അതേ കണ്ടീഷൻ അല്ലേ? ഷോ കണ്ടീഷൻ ആണ്, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? പക്ഷെ എന്നാലും വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കിഡിലൻ സീറ്റ് കവർ അല്ലേ? ഈ സീറ്റുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തല്ലേ? അതെ അതെ, നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ. പക്ഷെ ആ ഒരു സ്റ്റിയറിംഗിന്റെ അവിടെ ചെറിയൊരു പൊട്ടലുണ്ട് അല്ലേ? അത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അങ്ങനെ തന്നെ വെച്ചാണ്. ഏകദേശം നിങ്ങൾ ഇതിന്റെ പുറമെ ഒരു 40,000 മുടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു എന്താ പറയാ ടൈപ്പ് 4 വണ്ടി കൊണ്ട് അതും 3 ലക്ഷം രൂപയുടെ ഉള്ളിൽ എത്രയ്ക്ക് കൊടുക്കാം? ഇത് ചോദിക്കുന്നത് 285 ആണ്. 285. അത് കുറച്ച് കൊടുക്കാമല്ലോ അല്ലെ? എന്തെങ്കിലും കുറയൂലേ? ഇനി ചെറിയ മാറ്റങ്ങൾ എന്തായാലും പേപ്പറൊക്കെ പക്കയാണോ? 25 വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കോട്ടെ. 25 വരെ പേപ്പറുള്ള ഇന്നോവ 26 വരെ അല്ലേ? ഓക്കെ, 2005 മോഡൽ വണ്ടിയാണ്. പക്ഷെ മോശമൊന്നുമില്ല. ഒരു അലോയ് വീലും ടൈപ്പ് 4 ആക്കിയാൽ നല്ല കിടലിനായിട്ട് കൊണ്ടുനടക്കാം. പിന്നെ ലോണ് കയറില്ലല്ലോ? ലോൺ കയറില്ല. 2005 മോഡൽ അല്ലേ? 2005 ആയതുകൊണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. ഇത് കിലോമീറ്റർ നമ്മൾ പറയാത്ത കിലോമീറ്റർ 3 ലക്ഷം അല്ലേ? പക്ക കറക്റ്റ് കിലോമീറ്റർ ആണ്. ഓ, കേരള വണ്ടി ആയതുകൊണ്ട് ഹിസ്റ്ററിയും കൊടുക്കാം. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 2,85,000 രൂപയ്ക്ക് 2005 മോഡൽ വണ്ടി. അത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇനി ഈ മൈക്ര ആണെങ്കിലോ? ഇത് 2017 മോഡൽ ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക് ആണ്. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല. CVT ആണ് വരുന്നത്.
CVT വരും. അതെ അതെ, ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നു. XV പ്രീമിയം ആണ് അല്ലേ? അതിൻ്റെ ഒരു ഗുണം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും വരും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ക്ലൈമറ്റ് കൺട്രോൾ AC വരും. അതുപോലെ തന്നെ നല്ല കിഡിലൻ സീറ്റ് കവർ ഉണ്ട്. ഇത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് അല്ലേ? അത് CVT കിട്ടുകയും ചെയ്യും. ഇറക്കത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകണ പ്രശ്നം വരില്ല, കയറ്റത്തിന്റെ മുകളിൽ താഴോട്ട് ഇറങ്ങി അത് ബാക്ക് ഇറങ്ങി പോകണ പ്രശ്നം വരില്ല. അത് മാത്രമല്ല ചെറിയ വണ്ടിയാണ്, ടൗണിലൊക്കെ കുത്തിക്കയറ്റി എവിടെ വേണമെങ്കിലും പാർക്കും ചെയ്യാം. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ട്. ഒരു റീപ്ലേസും ഇല്ലല്ലോ? എത്ര ഓടിയുണ്ട് ഇത്? 24,000 കിലോമീറ്റർ. 24 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. 21 സർവീസ് കഴിഞ്ഞതാണ്. അവരുടെ സർവീസ് ഒക്കെ പക്ക കമ്പനിയിൽ സർവീസിലുണ്ട്. അതെ അതെ, വെറും 24,000 കിലോമീറ്റർ ഓടിയ കിടിലം വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് 540 പ്രൈസ്. 540 അത് കുറയൂല എന്തായാലും. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 2017 അല്ലേ? 17 മൈക്ര CVT ഓട്ടോമാറ്റിക് 540 നിങ്ങൾക്ക് കുറച്ച് തന്നിരിക്കും. ഇനി ഈ അൾട്ടോ ആണെങ്കിലോ ബ്രോ? ഇത് 2017 മോഡൽ LXi. 17 LXi ആണ്. LXi ആണ്. ഓടിയത് എത്രയാ? ഓടിയത് 63,000 കിലോമീറ്റർ. 63,000 ജെനുവിൻ ആയിരിക്കില്ലേ? ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ ഇതിലും മോശമില്ല, ഒരു 80% ഉണ്ട്. ഇതിന്റെ ഇന്റീരിയർ ഞാനൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രോ ഇതിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ അല്ലേ? വേറൊന്നും ചെയ്തിട്ടില്ല അല്ലേ? എന്താ റേറ്റ് വരുന്നത്? ഇത് 2,70,000 രൂപ. അതും 2017 വണ്ടിയാന്ന് ആലോചിക്കണം. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? കിലോമീറ്റർ 63,000 ഓടിയിട്ടുള്ളൂ അല്ലേ? വലിയൊരു ഓട്ടൊന്നും പറയാനില്ല. 17 അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോ. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇപ്പൊ ഞാൻ കാണിച്ച ഒരുവിധം വണ്ടികളെല്ലാം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഇറക്കിക്കൊണ്ട് പോവാം. ആൾട്ടോ ആകുമ്പോൾ ചെറിയ പൈസ മതി, 50-60 ആ റേഞ്ചിൽ ഇറക്കാൻ പറ്റും അല്ലേ? പിന്നെ നമ്മൾ ഓരോന്നിനും ഇപ്പൊ ലോണ് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഈ i20 ആണെങ്കിലോ ബ്രോ? ഇത് 16 മോഡൽ ആസ്റ്റ. 16 ആസ്റ്റ. ഓക്കെ, 16 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിലും നിങ്ങൾക്ക് 4 നല്ല പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം വണ്ടി നല്ല നീറ്റാണ് കേട്ടോ. 16 ആസ്റ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? അതുപോലെ തന്നെ അലോയ് വീൽ ഉണ്ട്, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് എന്നിങ്ങനെയുള്ള സകല സാധനങ്ങളും വരും. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പെട്രോൾ ആണെന്നുള്ള ഒഴിച്ചാൽ വേറെ ഒരു ഇതുമില്ല അല്ലേ? പെട്രോളില് പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം മൈലേജ് കുറയും, പക്ഷെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഓടിക്കാനൊക്കെ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആട്ടോ. അതായത് i20ന്റെ. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് 5,85. 5,85,000 രൂപ. അതും 16 ആസ്റ്റ ആണെന്ന് ആലോചിക്കണം. 5,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി നല്ല നീറ്റ് ആൻഡ് സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ? കിലോമീറ്റർ 60,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. 5,85 നെഗോഷ്യബിൾ ആണ്. ഇത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഇറക്കിക്കൊണ്ട് പോവാം. ഇനി ഈ ഇയോൺ ആണെങ്കിലോ? ഇത് 2013 മോഡൽ എറാ പ്ലസ്. 13 എറാ പ്ലസ് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ, ഒരു കുറ്റവും പറയാനില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. എറാ പ്ലസ് എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ അല്ലേ? എല്ലാ വണ്ടിക്കും അത്ര തന്നെ ഉണ്ടാവും. പക്ഷെ ഡിലൈറ്റിനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ സീറ്റ് കവറൊക്കെ നല്ല സീറ്റ് കവറാണ്. മ്യൂസിക് സിസ്റ്റം വേറെ ചെയ്തതാണ് കേട്ടോ, കമ്പനി ഫിറ്റഡ് അല്ല. എറാ പ്ലസിൽ വരില്ല. അതെ. പിന്നെ സീറ്റ് കവറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതായത് ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന. അതെ. പക്ഷെ എന്നാലും നല്ല വൃത്തിയുണ്ട്. ലോ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ ബ്രോ പ്രൈസ് വരുന്നത്? ഇത് 1,80 ആണ് ചോദിക്കണേ. 1,80,000 രൂപ. 2013 മോഡൽ. 13 അല്ലേ? കുറയാണ്ടല്ലോ അല്ലേ? ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ക്വാളിറ്റി 100% ഉറപ്പല്ലേ? കമ്പനി തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ അല്ലേ? വേണമെങ്കിൽ എടുത്താൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കി ഒരു കുഴപ്പമില്ല നിങ്ങൾ ഉറപ്പിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഈ i20 ആണെങ്കിലോ? ഇത് 2017 മോഡല് ഡീസൽ. 17 ഡീസലാണ്. അടിപൊളി. ഇത് മാഗ്നയാ? ഇത് മാഗ്ന അല്ല, സ്പോർട്സ് ആണ് അല്ലേ? അലോയ് വീൽ വരൂല സ്പോർട്സില്. ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്ത്. CRDI സ്പോർട്സ് വണ്ടിയാണ്. KL7 CR രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതും ബോഡി വൈസ് അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലേ? നല്ല വണ്ടിയാ. ഇന്റീരിയർ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഒരു മ്യൂസിക് സിസ്റ്റം പഴയ മോഡലാണ് ചെയ്തിട്ടുണ്ട്. അത് വേണേൽ നിങ്ങളൊന്ന് മാറ്റി കൊടുത്തേ കേട്ടോ. അത് ലേശം പഴയ സാധനമാണെന്നേ ഉള്ളൂ. പക്ഷേ 6 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടി.
കമ്പനി സീറ്റ് ഇൻബിൽഡ് ആയിട്ട് വരും, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരും. പക്ഷെ അഡീഷണൽ കസ്റ്റമർ വേറെ മാറ്റി ചെയ്തതാണ്. അതെ അതെ അല്ല വരിക, നോർമൽ സ്റ്റീരിയോ ആണ് വരിക. അതെ അതെ. ഡീസലിൽ 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും അല്ലേ? ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടിയാ. ലോങ് ഒക്കെ പോവാണെങ്കിൽ 22-24 വരെ കിട്ടും. 6,30,000 നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? നെഗോഷ്യബിൾ ആണ്. 17 മോഡലാണ്, ഡീസൽ വണ്ടിക്ക് ഇപ്പോൾ ടൈറ്റ് ആണ്. അതെ. എന്തായാലും 6,30,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വൃത്തിയുള്ള i20 ഡീസൽ എടുത്തുകൊണ്ട് പോവാ കേട്ടോ. ഇനി ഇവിടെ ഒരു ചെറിയ വണ്ടിയും കൂടി കിടക്കണ്ട, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ റെഡിഗോ ഏതാ ബ്രോ മോഡല്? ഇത് 2017 റെഡിഗോ 17. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതായത് ഫുൾ ഓപ്ഷൻ ആണ്, ടീ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് മാനുവൽ അല്ലേ? മാനുവൽ അല്ലേ? അതായത് നിങ്ങൾക്കിപ്പോ ഒരു ഫാമിലിക്കൊക്കെ ചെറിയ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നല്ലൊരു വണ്ടിയാട്ടോ ഇത്. ഇതിന്റെ ഓടിയത് എത്രയാ? ഇത് ഓടിയത് 53,000 കിലോമീറ്റർ. അത്യാവശ്യം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒരു കുറ്റവും പറയാനില്ല, നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ നല്ല കിഡിലും സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു കുറ്റവും പറയാനില്ലാത്ത കണ്ടീഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ബ്രോ? 270 ആണ് ചോദിക്കുന്നത്. 270. 17 വണ്ടി, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ എത്ര പറഞ്ഞത്? കിലോമീറ്റർ 53 അല്ലേ? പ്രോപ്പർ കറക്റ്റ് സർവീസ് ആട്ടോ. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതിന്റെയും ടയർ അത്യാവശ്യം ഒരു 90 അല്ല 100 തന്നെ പറയാം അല്ലേ? നല്ല കട്ട ടയർ ഉണ്ടോ? മഴക്കാലം പ്രമാണിച്ച് ടയറുള്ള വണ്ടികൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതെന്തായാലും നന്നായി, കാരണം ടയറൊക്കെ വളരെ ശ്രദ്ധിക്കണം മഴയത്ത്. 270. ഇതൊക്കെ ഒരു 50 രൂപ ഇറക്കി കൂട്ടുക. 50 രൂപ വേണ്ട അല്ലേ? നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കയറും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് പോവാ അല്ലേ? അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ടിയാഗോ കാണിച്ചു തരാം. ടിയാഗോ ഏതാ പ്രോ മോഡൽ? 2020 മോഡല് എക്സെറ്റ് പ്ലസ്. 20 ആണ്. 20 മോഡലാ അല്ലേ? അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. എക്സെറ്റ് പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അലോയ് വീൽസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. പിന്നെ റിവേഴ്സ് ക്യാമറ എല്ലാ സാധനവും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും ചെയ്യും അല്ലേ? ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 10,000 കിലോമീറ്റർ. വെറും 10,000 ഓടിയിട്ടുള്ളൂ 2020. അടിപൊളി. അതായത് വെറും 10,000 കിലോമീറ്റർ ഓടിയ മാനുവൽ വണ്ടിയാണ്. ആ ഡിസ്പ്ലേന്റെ ഒന്നും പ്ലാസ്റ്റിക് പോലും പൊളിച്ചിട്ടില്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? അപാകതകൾ ഒന്നുമില്ല. അതുണ്ടാവാൻ പാടില്ല. വണ്ടി കണ്ടാൽ തന്നെ അറിയാലോ. അതെ, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 560. അതും 2020 വണ്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം, വെറും 10,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഹൈലൈറ്റ്. അതെ, ലോ കിലോമീറ്റർ ആണ് കേട്ടോ. ഒരു അപാകതയില്ല. ഇതിന്റെ എക്സാക്ട് ഡെലിവറി 12/3/2020 ആണ്. നിങ്ങൾ നോക്കിക്കോളൂ. 5,60,000 രൂപ അല്ലേ? നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആയി കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എന്തായാലും 1 lakh റേഞ്ചിലൊക്കെ അടച്ചാലേ ഇറക്കാൻ പറ്റും അല്ലേ? ഇനി ഈ അൾട്രോസ് ആണെങ്കിലോ? ഇത് 2020 മോഡൽ. 20 ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ അൾട്രോസ്. എനിക്ക് തോന്നുന്നു ടിയാഗോനേക്കാളും കുറച്ചും കൂടി ഒരു പ്രൈസ് റേഞ്ചും എല്ലാം കൂടുന്ന വണ്ടിയല്ലേ? മൈലേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും അല്ലേ? മൈലേജ് ഒരു 14 കിലോമീറ്റർ കിട്ടും. 12 മുതൽ 15 ഹൈവേയിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് അതാണ്. ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് എക്സെറ്റ് തന്നെയാണ്. എക്സെറ്റ് ആണ്. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അല്ലേ? അടിപൊളി. അതായത് ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട്. ഇത് കിലോമീറ്റർ എത്രയാ ബ്രോ? കിലോമീറ്റർ 60 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതിന്റെ ഉള്ളിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഇവിടെ ഈ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അയച്ചു കൊടുക്കൂലേ ബ്രോ? ഫോട്ടോ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കൂല. ഇത് നമുക്ക് എന്താ ബ്രോ പ്രൈസ് വരുന്നത്? ഇത് 6 ലക്ഷം രൂപ. 2020 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 20 60 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടിയിട്ടുണ്ട് അല്ലേ? ഓടിയിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ളൊരു അൾട്രോസ് ആയാലും വേണേൽ നോക്കിക്കോ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണേൽ അർജുനെ വിളിച്ചാൽ മതി. കറക്റ്റ് അയച്ചു കൊടുക്കണം കേട്ടോ. സെറ്റായി കൊടുത്താൽ മതി. അതുപോലെ തന്നെ വിലയാണ്. ഫോട്ടോ അയച്ചില്ലാലും വില കുറച്ച് കൊടുത്തായി. അതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു വെന്യൂ 2020 മോഡല് SX ടർബോ. 20 പെട്രോൾ 1 ലിറ്റർ ടർബോ അല്ലേ? അതെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് 20,000 കിലോമീറ്റർ. 20 ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ. ഇതും 6 ഗിയർ ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 1 ലിറ്റർ ടർബോ ആയതുകൊണ്ട് നല്ല പവർ ഉണ്ടാവും. അതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കുറവും വരില്ല അല്ലേ? ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും അപാകതകൾ ഒന്നുമില്ല. കോഴിക്കോട് വണ്ടിയാണ്. പിന്നെ SX ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ടാവും. ഓടിയത് എത്രയാ? ഓടിയത് 20,000 കിലോമീറ്റർ. 20,000 അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അതായത് 13/5/2020 ആണ്. അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 1 ലിറ്റർ ടർബോ ആണ് കേട്ടോ. പ്രൈസ് എത്രയാ പറഞ്ഞേ?
പ്രൈസ് 960. 960 കുറയുമല്ലോ അല്ലേ? ഓ ഓക്കെ. 9,60,000 രൂപയ്ക്ക് 1 ലിറ്റർ ടർബോ കിട്ടും, മോശമല്ലാത്ത മൈലേജും നല്ല പവറും ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ബ്ലൂ ലിങ്കും പിന്നെ എയർ പ്യൂരിഫയർ, ബട്ടൺ ഷാട്ട്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് വ്യത്യാസമുള്ളൂ. ബാക്ക് വൈപ്പർ, ബാക്കി എല്ലാ സംഭവം ഇതിലുണ്ട്. ക്യാമറ വരുന്നുണ്ട്, സൺറൂഫ് വരെ വരുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമല്ല, ചില്ലറ പൈസക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തതുകൊണ്ട് ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അർജുനെ കോൺടാക്ട് ചെയ്തത് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ വളരെ മാന്യമായിട്ടേ പോകാറുള്ളൂ. ഹോണുമൊന്നും അടിച്ചു പിടിച്ചാൽ പിന്നെ നിർത്തൂല അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സൗണ്ടിന്റെ പ്രശ്നങ്ങളുടെ ദയവായി ക്ഷമിക്കാട്ടോ. അത് മാക്സിമം ചെയ്യാൻ ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഫോട്ടോസ് വേണേൽ അയച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോട്ടോ അയച്ചില്ലെങ്കിലും വണ്ടിയുടെ മാക്സിമം വില കുറച്ച് തരും, അത് പേടിക്കണ്ട. അതെ അതെ അതെ. മാക്സിമം ലോണും ചെയ്തു തരും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളെല്ലാം തന്നെ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തോ. പാവങ്ങാട്, കണ്ണൂർ റോഡ്. എക്സാക്ട് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടാണ്. ഇപ്പൊ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കണ്ണൂർ ഏതെങ്കിലും ഒരു കണ്ണൂർ അല്ലെങ്കിൽ പാവങ്ങാട് എങ്ങോട്ട് പോകണ ബസ്സിൽ കയറിയാലും മതി. പാവങ്ങാട് ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ തന്നെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ വന്നോളൂ, നല്ല വണ്ടികൾ നോക്കിക്കോളൂ, എടുത്തോളൂ. അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും